ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും സ്റ്റഡി ട്രിക്സും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം പരീക്ഷാകാലത്ത് ഈ ചാനൽ കൊണ്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. IT മോഡൽ പരീക്ഷ സ്കൂളുകളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ചില സ്കൂളുകൾ ഇതിനോടകം IT മോഡൽ പരീക്ഷ അവസാനിച്ച് കഴിഞ്ഞു. ചില സ്കൂളുകളിൽ അവസാന ഘട്ട പരീക്ഷ നടക്കുകയാണ്. അതായത് ഭൂരിഭാഗം കുട്ടികളും പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു. നമുക്ക് 29-ാം തീയതി വരെ ശരിക്കും IT മോഡൽ എക്സാമിന് ടൈമുണ്ട്. പക്ഷേ മിക്ക സ്കൂളുകളും ഇപ്പം തന്നെ ഓൾറെഡി പരീക്ഷ ഏകദേശം തീർന്ന മട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ പരീക്ഷ തീർത്തിട്ട് മെയിൻ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് കൊടുക്കുക എന്നായിരിക്കാം സ്കൂളുകളുടെയൊക്കെ ഉദ്ദേശം. അപ്പോൾ ഭൂരിഭാഗം കുട്ടികൾ ഇതിനോടകം പരീക്ഷ എഴുതി കഴിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ ഇനി ബാക്കിയുള്ളൂ. മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പം കാര്യങ്ങൾ ഇത്തിരി കുഴപ്പമാണ് എന്നാണ് കുട്ടികളുടെ ഒരു പ്രതികരണത്തിൽ നിന്നും മനോഭാവത്തിൽ നിന്നുമൊക്കെ മനസ്സിലാവുന്നത്. കാരണം പരീക്ഷകളിൽ കയറിയ ശേഷം അവർ മുന്നിൽ കണ്ട ചോദ്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. ഞാൻ മുമ്പേ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് ടൂൾസൊക്കെ പഠിച്ചാലും ചെയ്യാൻ കഴിയും. പക്ഷേ ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ഈ കാണുന്ന ചോദ്യമെന്നോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും പല കുട്ടികൾക്കും ഐഡിയ ഇല്ല. റിസൾട്ടൊക്കെ പല സ്കൂളും വന്ന് നോക്കുമ്പോൾ മാർക്കൊക്കെ കുറവാണ്. A+ ഒന്നും പല കുട്ടികൾക്കും ഇല്ല. A B+ C ഒക്കെയാണ് പല കുട്ടികൾക്കുമുള്ള മാർക്ക്. ഇപ്പോൾ കാര്യങ്ങൾ ഇത്തിരി കുഴപ്പമാണ് എന്ന് കുട്ടികളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. എന്ത് ചെയ്യും ഇനി ഒരു A+ എത്താൻ? കാരണം ഇനി ഒരാഴ്ചയെ പരീക്ഷയ്ക്കുള്ളൂ, ഇനി എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊരു പേടിയൊക്കെ കുട്ടികളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പല കുട്ടികൾക്കും മാർക്ക് വളരെ കുറവാണ്. പല കുട്ടികളും എന്താ ചെയ്യാമെന്നറിയാത്തൊരു രീതിയിലേക്ക് ഒക്കെ നിൽക്കുന്നുണ്ട് പരീക്ഷ ഹാളിൽ തന്നെ കയറിയിട്ട്. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ മോഡൽ എക്സാമിന് അറ്റൻഡ് ചെയ്ത തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാത്രം വന്നതല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഒപ്പമുള്ള കുട്ടികൾക്കൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് വന്നിട്ടുണ്ടാവുക. ഏതാണ്ട് 10-200ഓളം ചോദ്യങ്ങളൊരു ക്വസ്റ്റ്യൻ പൂൾ ഉണ്ടാവും. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എല്ലാ കുട്ടികൾക്കും ആവർത്തിച്ച് പല രീതിയിലൊക്കെ വന്നിട്ടുണ്ടാവുക. ആ ചോദ്യങ്ങളിൽ ഒട്ടുമിക്കതും റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈനൽ എക്സാമിന് വരുന്നൊരു രീതി മുൻ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പൂളിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2-3 ദിവസത്തിനകം തന്നെ ഈ ക്വസ്റ്റ്യൻ പൂളിൽപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ എപ്പം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോകൾ എത്തിക്കുകയും ചെയ്യും. ഇനി ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങൾ തരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ തിയറിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഇനിയുള്ള ഒരു 6-7 ദിവസം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഓരോ ചാപ്റ്ററിലെയും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അവൈലബിൾ ആയാലും നിങ്ങളുടെ കയ്യിലൊക്കെ തിയറി ബുക്സൊക്കെ ഉണ്ടാവും, തിയറി ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സോ PDF ഒക്കെ ഉണ്ടാവും. ഓരോ ചാപ്റ്ററിലെയും PDF നിന്നും 1 വേർഡ് ക്വസ്റ്റ്യൻസും വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെയും ഒക്കെ ഉത്തരങ്ങൾ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു പോവുക. പിന്നെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളെ സംബന്ധിച്ച് വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മോഡൽ എക്സാമിന് കണ്ടിട്ടുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഏതാണ്ട് അതേപോലെ വരിക. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ മോഡൽ എക്സാം ഇത്തിരി ബുദ്ധിമുട്ടായി പോയി എന്ന് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക. പിന്നെ ഓരോ ചാപ്റ്ററിലെയും ടൂൾസും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് A+ ഒക്കെ ഈസി ആയിട്ട് വാങ്ങാൻ കഴിയും. എല്ലാ വർഷങ്ങളും ഇങ്ങനെ തന്നെയാണ്. മോഡൽ എക്സാം കഴിയുമ്പം കുട്ടികളൊക്കെ ആകെ ഒന്ന് ഡസ്പാവാറുണ്ട്. അത് ഈ വർഷവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവർക്കൊന്നും മെയിൻ എക്സാമിന് അങ്ങനെ A+ ഒന്നും പോയിട്ടൊന്നുമില്ല. സോ ഇനിയുള്ള ഒരു 6-7 ദിവസം കുറച്ച് സീരിയസ് ആയിട്ട് IT കണ്ടിരുന്ന് പഠിക്കുക. A+ നേടിയെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഒരുപാട് വീഡിയോകളുമായിട്ട് കൂടെ ഉണ്ടാകും. ഓക്കെ, വീണ്ടും കാണാം.